ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. അപ്പോൾ മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വിസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന സംഘടന ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് മനുഷ്യാവകാശത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യയിലെ സംഘടന. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണുള്ളത്. അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലുള്ള അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11 ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ആരുടെ ചുമതലയാണ്? രാഷ്ട്രപതിയുടെ ചുമതലയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എത്ര കാലമാണ്? 5 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് പൂർത്തിയാവുന്നത് വരെയാണ് അംഗങ്ങളുടെ കാലാവധി. ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്ന കാർട്ടയാണ് ആധുനിക മനുഷ്യാവകാശങ്ങളുടെ തുടക്കം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മൗലിക അവകാശങ്ങൾ. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം ഇന്ത്യൻ ഗവൺമെൻറ് പാസാക്കിയത് എന്നായിരുന്നു? 2005 ജൂൺ 15.
വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട ഈ ക്വിസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ കുഞ്ഞു ഫാമിലിയിൽ അംഗമാകാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.